ടെസ്റ്റ് പരമ്പരയിൽ ദയനീയ പ്രകടനമായിരുന്നു ഓസ്ട്രേലിയൻ സ്റ്റാർ ഓപ്പണർ ഉസ്മാൻ ഗവാജിയുടേത്. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 184 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം നേടിയത്. ഇതോടെ താരത്തിന്റെ വിരമിക്കലിന് സമയമായെന്ന തരത്തിൽ ക്രിക്കറ്റ് ലോകത്ത് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മിന്നും ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗവാജി ഇപ്പോൾ. ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ തകർപ്പൻ ഇരട്ട സെഞ്ചുറി നേടിയാണ് താരത്തിന്റെ ഗംഭീര തിരിച്ചുവരവ്. ഈ ഇരട്ട സെഞ്ചുറി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ശ്രദ്ധേയ റെക്കോർഡിൽ സച്ചിൻ തെണ്ടുൽക്കറെ മറികടന്ന് ഒന്നാമതെത്താനും ഗവാജിയെ സഹായിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ബാറ്റർ എന്ന റെക്കോർഡിലാണ് ഗവാജ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നത്. 38ാം ജന്മദിനത്തിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട്. 2010-ൽ സച്ചിൻ സ്ഥാപിച്ച റെക്കോർഡാണ് 15 വർഷങ്ങൾക്കിപ്പുറം ഈ ഓസീസ് ഓപ്പണർ പഴങ്കഥയാക്കിയിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുമ്പോൾ 38 വർഷവും 42 ദിവസവുമായിരുന്നു ഉസ്മാൻ ഗവാജിയുടെ പ്രായം. 2010-ൽ കൊളംബോയിൽ നടന്ന ടെസ്റ്റിൽ ആതിഥേയർക്കെതിരെ ഇരട്ട സെഞ്ചുറി നേടുമ്പോൾ 37 വർഷവും 93 ദിവസവുമായിരുന്നു സച്ചിന്റെ പ്രായം. 36 വർഷവും 283 ദിവസവും പ്രായമുള്ളപ്പോൾ ഇരട്ട സെഞ്ചുറി നേടിയ ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗകാര ഈ നേട്ടത്തിൽ മൂന്നാമതുണ്ട്. ഗാലെ ടെസ്റ്റിൽ 352 പന്തുകൾ നേരിട്ട ഉസ്മാൻ ഗവാജ 16 ഫോറുകളും ഒരു സിക്സറും സഹിതം 232 റൺസ് നേടിയാണ് പുറത്തായത്. ശ്രീലങ്കയിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഓസ്ട്രേലിയൻ താരമായി മാറാനും ഈ ഇന്നിംഗ്സിലൂടെ ഗവാജിക്ക് കഴിഞ്ഞു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കൂടിയ രണ്ടാമത്തെ താരം കൂടിയാണ് അദ്ദേഹം. ഡോൺ ബ്രാഡ്മാൻ ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്. 38ാം പിറന്നാളിന് ശേഷം 2 തവണയാണ് ബ്രാഡ്മാൻ ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ളത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ സിഡ്നി ടെസ്റ്റോടെയാണ് ഉസ്മാൻ ഗവാജി വിരമിക്കണമെന്ന ആവശ്യം ആരാധകർക്കിടയിൽ പോലും ശക്തമായത്. ഗവാജിയോട് വിരമിക്കാൻ നിർദ്ദേശിച്ച് മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്ക് പോലും രംഗത്തെത്തിയിരുന്നു. ഗവാജിക്ക് ഇപ്പോൾ തന്നെ 38 വയസ്സായെന്നും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വിരമിക്കാനുള്ള മികച്ച അവസരമാണ് ഗവാജിക്കുള്ളതെന്നുമാണ് ബിയോണ്ട് 23 ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ ക്ലാർക്ക് പറഞ്ഞത്. 2019-ൽ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ ഓസീസ് നിരയിൽ ഉസ്മാൻ ഗവാജി കിടിലൻ പ്രകടനം നടത്തിയിരുന്നു. പാകിസ്ഥാൻ വേരുകളുള്ള ഗവാജിയുടെ പ്രകടനത്തിലാണ് അന്ന് ഇന്ത്യൻ മണ്ണിൽ ഓസ്ട്രേലിയ ഏകദിന പരമ്പര സ്വന്തമാക്കിയത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ജനിച്ച ഉസ്മാൻ ഗവാജ 5ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം ന്യൂ സൗത്ത് വെയിൽസിലേക്ക് കുടിയേറിയതാണ്. പിന്നീടാണ് ക്രിക്കറ്റ് ലോകത്തേക്കുള്ള വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ തുറക്കപ്പെടുന്നത്. 2023-ൽ തന്റെ സ്വന്തം തട്ടകമായ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പുറത്താകാതെ നേടിയ 195 റൺസാണ് ഗവാജിയുടെ ഏറ്റവും ഉയർന്ന സ്കോർ.